ദൈവത്തിന് മഹത്വം. ഉപവാസപ്രാർത്ഥനയും ഉണർവ് യോഗവും. തീം പരിശുദ്ധാത്മാവിൻ്റെ നിറവ്. സ്ഥലം IPC ബദേഹാൽ, ആര്യങ്കാവ്. തീയതി 10/2/25 ഫെബ്രുവരി തിങ്കൾ മുതൽ മാർച്ച് 2 വരെയാണ് ഉപവാസപ്രാർത്ഥന നടക്കുന്നത്. 21 ദിവസങ്ങൾ നമ്മൾ കർത്താവിനോട് കൂടെ ഉപവസിക്കാം. കൃപാവരപ്രാപ്തരായ ദൈവദാസന്മാർ ദൈവവചനത്തിൽ നിന്നും ശുശ്രൂഷിക്കുന്നു. എല്ലാവരെയും ജാതി മതഭേദമന്യേ ഈ ഉപവാസ പ്രാർത്ഥനയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കർത്താവായ യേശു ക്രിസ്തു എല്ലാവർക്കും സമാധാനം നൽകുന്നു. പ്രാർത്ഥനയോടെ എല്ലാ ദൈവമക്കളും കടന്നു വരിക, അനുഗ്രഹം പ്രാപിക്കുക, നിത്യത അവകാശമാക്കുക. ഈ ഉപവാസ പ്രാർത്ഥനയുടെ മെയിൻ തീം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിറവാണ്. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം വായിക്കുന്ന ഇങ്ങനെയാണ്: പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. ആ പുരുഷന്മാർ എല്ലാവരും കൂടി 12ഓളം ആയിരുന്നു. ആത്മനിറവിൻ്റെ ഒന്നാമത്തെ അടയാളമെന്ന് പറയുന്നത് അന്യഭാഷാ ഭാഷണത്തോടു കൂടി ദൈവത്തെ ആരാധിക്കുക, ദൈവത്തോട് സംസാരിക്കുക എന്നുള്ളതാണ്. 19-ാം അധ്യായത്തിൽ അപ്പല്ലോസ് എന്ന് പറയുന്ന നമുക്ക് ഒരു ഭക്തനെ നമുക്ക് കാണുവാൻ കഴിയും. ഈ ഭക്തൻ ദൈവവചനം ശുശ്രൂഷിച്ച ഒരു മനുഷ്യനാണ്. അക്കല്യാവും പ്രിസ്കില്ലയും എന്ന് പറയുന്ന കുടുംബം ഈ ഭക്തനെ വീട്ടിൽ വിളിച്ചു വരുത്തുകയും സ്പഷ്ടമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ വായിക്കും: നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു പോയി എന്ന് ചോദിച്ചതിന് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്നവർ പറഞ്ഞു. എന്നാൽ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം എന്ന് ചോദിച്ചതിന് യോഹന്നാൻ്റെ സ്നാനം എന്ന് പറഞ്ഞു. അതിന് മറുപടിയാണ് തിരിച്ച് അവർ സ്നാനമേറ്റ് അവർ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ദൈവത്തെ ആരാധിപ്പാൻ തയ്യാറായി. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ആത്മനിറവോടെ ദൈവത്തെ ആരാധിപ്പാൻ കടന്നു വരിക. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.